നന്ദിനിയല്ലേ? അതെ, നിങ്ങളാരാ? ഞാനേ ഒരു ഫിനാൻസറാ. ഈ ഇൻട്രസ്റ്റിനൊക്കെ പൈസ കൊടുക്കുന്ന. ആരതി പറഞ്ഞതാണോ? അതെ. എത്ര രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞേ? ഒരു 2 ലക്ഷം രൂപ. പൈസ ഞാൻ തരാം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താ? അതിങ്ങനെ ഫോണിൽ പറയാൻ പറ്റില്ല. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് പറയൂ, ഞാൻ അങ്ങോട്ട് വരാം. വീട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആരും അറിയാതെ വേണം എനിക്ക് പണം തരാൻ. അതെങ്ങനെയാ മാഡം? നിങ്ങളുടെ വീട്ടുകാരറിയാതെ നിങ്ങൾക്ക് പണം തന്നിട്ട് എനിക്ക് പിന്നെ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളേ? അല്ല, എന്റെ വീട്ടുകാരറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ആരും അറിയരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. എന്റെ പൊന്നു മാഡം, ഇക്കാലത്ത് ഈ പണത്തിന്റെ ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാലേ വലിയ റിസ്കാ. അതുകൊണ്ട് തന്നെ ഞാനിത് ആരോടും പറഞ്ഞു നടക്കില്ല. പലിശ കൂടുതലാണോ? ഈ മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റിനാ ഞാൻ പൈസ കൊടുക്കുന്നേ. നമ്മൾ കൊടുത്താ അത് തിരിച്ചു കിട്ടണമല്ലോ. വാങ്ങിക്കുന്നവന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ല. അതാ എന്റെ ഒരു പോളിസി. ശരി, ഞാൻ അഡ്രസ് പറഞ്ഞുതരാം. ഓക്കെ. എപ്പോഴാ നിങ്ങൾ വരിക? ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വരാൻ ഒരു 10 മിനിറ്റേ വേണ്ടൂ. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. മാഡത്തിന് കാര്യം നടക്കണമല്ലോ. ഓ, വലിയ ഉപകാരം. എങ്കിൽ വന്നോളൂ. ആരാ? കുട്ടിയാണോ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നേ? ഞാനാരെ വിളിച്ചിട്ടില്ല. നിങ്ങളാരാ? എങ്കിൽ ഈ വീട്ടിൽ നിന്ന് വേറെ ആരോ വിളിച്ചിരുന്നു. കുട്ടി വീട്ടിലുള്ളവരൊക്കെ ഒന്ന് വിളിച്ചിട്ടോ. എന്ത് കാര്യത്തിന് വിളിച്ചു? എന്താ മോളെ? അച്ഛാ, ഇവിടെ നിന്ന് ആരോ ഇയാളെ വിളിച്ചു എന്നാ പറയുന്നേ. കുറച്ച് പണത്തിന്റെ ആവശ്യം പറഞ്ഞ് ഒരു സ്ത്രീ വിളിച്ചിരുന്നു. പണത്തിന്റെ ആവശ്യം പറഞ്ഞിട്ടോ? മോളെ, നീ പോയി ചേച്ചി വിളിച്ചുണ്ടോ? ഞങ്ങൾ ഈ നാട്ടില് പുതുതായി താമസത്തിന് വന്നതാ. എന്ന് വെച്ചാ എത്ര നാളായി? കഷ്ടിച്ച് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഒരാഴ്ച ആയിട്ടേ ഉള്ളോ? അപ്പൊ പിന്നെ എന്ത് ധൈര്യത്തിലാ നിങ്ങൾക്ക് പണം കടമായിട്ട് തരുന്നേ? അല്ല, ഇയാളാണോ കുറച്ചു മുമ്പ് എന്നോട് ഫോണിൽ സംസാരിച്ചേ? അപ്പൊ മാഡം ആണോ എന്നോട് ഫോണിൽ സംസാരിച്ചേ? താനെന്ന് സൂര്യ സാറിന് കുപ്പി കൊണ്ടുവന്ന് കൊടുക്കാൻ വന്ന ആളല്ലേ? ഇതെന്താ പുതിയ പരിപാടിയായിട്ട്? എന്റെ പൊന്നു മാഡം, ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. ചെറിയ റിസ്ക് ഒന്നും അല്ലല്ലോ. പോലീസുകാരെ പേടിക്കണം, കുപ്പി കൊടുക്കുന്നവരുടെ വീട്ടുകാരെ പേടിക്കണം. പിന്നെ ഉള്ളത് പറയാലോ, ഇടയ്ക്ക് 1-2 തവണ തല്ലും കിട്ടി. നിങ്ങളുടെ കയ്യിലിരിപ്പിന് തല്ല് കിട്ടണല്ലോ. എത്ര കുടുംബം നശിപ്പിച്ച് കളയുന്നേ. പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴേ കയ്യിൽ കുറച്ച് കാശിരിക്കുന്നു. ചെറിയ പലിശയ്ക്ക് ആർക്കെങ്കിലും കൊടുത്താ മനസമാധാനത്തോടെ വീട്ടിലിരിക്കാലോ. അതാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നാ പിന്നെ പോട്ടെ മാഡം. പോന്നോ? നിങ്ങൾ പൈസ തരാൻ റെഡിയാണെന്നല്ലേ പറഞ്ഞേ? അതിനെനിക്ക് ഇങ്ങോട്ട് വരുമ്പോ അറിയില്ലല്ലോ സൂര്യ സാറിന്റെ ഭാര്യയാണ് പൈസ ചോദിച്ചു നിൽക്കുന്നതെന്ന്. എന്റെ പൊന്നു മാഡം, സൂര്യ സാറിന്റെ ഭാര്യ കാശും ചോദിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ മാത്രം ഞാനൊരു മണ്ടനൊന്നുമല്ല. നമ്മൾ തമ്മിൽ ഒരു ഇടപാടും വേണ്ട. ഞാൻ പോവാ മാഡം. നിങ്ങൾ നിക്ക്, എനിക്ക് ഒരു അത്യാവശ്യം ആയതുകൊണ്ടാ. വേണ്ട മാഡം, മാഡത്തിന് പൈസ പലിശയ്ക്ക് തന്നു എന്നറിഞ്ഞാ ആ നിമിഷം സൂര്യ സാറ് എന്നെ വലിച്ചു കീറും. അതെ, ഇത് സൂര്യ സാർ അറിയാതെയുള്ള ആവശ്യത്തിനാ. ഞാൻ നിങ്ങൾ പറയുന്ന പലിശ തരാം. സൂര്യ സാർ അത് ഒരിക്കലും അറിയില്ലെന്ന വാക്കും തരാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അകത്തേക്ക് വാ. വരൂ. അല്ല മാഡം, എന്തു പറ്റി? സൂര്യ സാറോട്ട് വല്ല വഴക്കോ പിണക്കോ അങ്ങനെ എന്തെങ്കിലും? വഴക്കും പിണക്കോ ഒന്നുമില്ല. ഇതെന്റെ കുടുംബത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാ.
അവരിപ്പോ വന്നതേ ഉള്ളൂ. അത് അച്ഛൻ പറഞ്ഞു, അനിയത്തിയുടെ പഠിപ്പിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ? ഞാൻ നിങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ച കാര്യം ഒരിക്കലും സൂര്യ സാർ അറിയരുത്. അതെന്നോട് പ്രത്യേകം പറയണോ മാഡം? ഞാൻ പണം തന്നു സൂര്യ സാർ അറിഞ്ഞ സാറിന്റെ തലയല്ലേ എടുക്കുക? അല്ല, ഇതിന് പലിശ എത്രയാ? ഞാൻ സാധാരണ 5 രൂപ പലിശയ്ക്കാ പൈസ കൊടുക്കുക. പക്ഷെ മാഡം ഒരു കാര്യം പറയുമ്പോ അത്രയൊന്നും ഞാൻ ചോദിക്കില്ല. സാധാരണ ബാങ്ക് റേറ്റ് ഉണ്ടല്ലോ, ഒരു 2 രൂപ അത്ര തന്നെ തന്നാ മതി. മനോജ് നഷ്ടം സഹിക്കണ്ട. ഓ, ഇത് നഷ്ടമല്ല മാഡം. മാഡത്തിനെ പോലെ നല്ല മനസ്സുള്ളവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ കിട്ടുന്നത് തന്നെ നല്ലൊരു അവസരമായിട്ടാ ഞാൻ കരുതുന്നേ. മാഡം ദാ പിടിച്ചേ. എന്തെങ്കിലും പത്രമോ മറ്റോ ഒപ്പിടാൻ? എന്തിനാ മാഡം പത്രം? മാഡം സൂര്യ സാറിന്റെ ഭാര്യയാണെന്നുള്ള ഉറപ്പ് മാത്രം പോരെ? അതിൽ കൂടി ഉറപ്പ് എനിക്കെന്തിനാ? അപ്പൊ അതെ, ഇത് നമ്മൾ 3 പേര് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ ശരി സർ, അടുത്ത മാസം ഞാൻ വീട് തേടി വരാൻ പോലും നിൽക്കുന്നില്ല. മാഡത്തിന് ഇതിന്റെ ഇൻട്രസ്റ്റ് കയ്യിലുണ്ടാകുമ്പോ എനിക്ക് ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. ആയിക്കോട്ടെ. ആദ്യമായിട്ട് ഇയാളെ കണ്ടപ്പോ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ എന്ന രീതിയിലാ പരിചയപ്പെട്ടത്. സൂര്യ സാറിന് മദ്യം എത്തിക്കുന്ന ഇയാളായിരുന്നു. ഒരാപത്ത് വരുമ്പോ ആരൊക്കെ ഉപകരിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി എനിക്ക് പോണോ അച്ഛാ? എത്രയും പെട്ടെന്ന് പത്മ മാഡത്തിന് ഈ പണം കൊടുക്കണം. എല്ലാം സേഫ് അല്ലേ? വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? എന്റെ പൊന്നു സാറേ, ഞാൻ അഭിനയിക്കുന്ന കണ്ടിട്ടേ എനിക്കെന്നെ കൊതിയായി. ഞാൻ കയറി ചെല്ലുന്നു, എന്നെ സാറിന്റെ ഭാര്യ തിരിച്ചറിയുന്നു. നീ കള്ളു കച്ചവടക്കാരനല്ലേടാന്ന് ചോദിക്കുന്നു. ഞാൻ പിന്നെ അവിടെന്നേ തപ്പി ഉരുണ്ട് ഒരൊറ്റ പോക്കാ സാറേ. പക്ഷേ എപ്പോഴെന്നെ വിശ്വസിച്ചെന്നറിയോ? സൂര്യ സാറിന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പണം തരില്ല, സൂര്യ സാർ അറിഞ്ഞ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ വിശ്വസിച്ചു. പെട്ടെന്ന് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാൻ വേറെ ആരെയും മനസ്സിൽ തോന്നിയില്ല. അത് ശരിയാ സാറേ. എന്റെ മുഖം കണ്ട അമ്മ തന്നെ പറയാറുണ്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന്. സത്യത്തിൽ എനിക്ക് സാറിന്റെ ഭാര്യയോട് ഇത്തിരി വൈരാഗ്യം തോന്നേണ്ടതാ. അന്ന് കള്ളില് കഷായം കലക്കി എനിക്കിട്ട് പണിഞ്ഞതാ. ഓ, അതൊന്നും താൻ കാര്യമായി കണ്ടിടും. അതൊക്കെ അയാള് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ.